കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ എളിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരാൾ ഒത്തിരി പ്രാവശ്യം കമൻ്റ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് വിളിക്കുക എന്ന് പറഞ്ഞു. എൻ്റെ പേഴ്സണൽ നമ്പർ കണ്ടുപിടിക്കാൻ കുറേ പരിധി, അങ്ങനെ എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ചിട്ട് എന്നെ വിളിച്ചു. 30-31 വയസ്സുള്ള കല്യാണം കഴിച്ചാണ്. 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ഒരു ചെറിയ അംഗത്തിന് വൈകല്യം, അംഗവൈകല്യം എന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും അംഗത്തിന് ചെറിയ വൈകല്യമുള്ളവരെല്ലാം അംഗവൈകല്യമുള്ളവരാണ്. നമ്മളൊക്കെ അംഗവൈകല്യമുള്ളവരാണ്. ഒന്നീ നഖത്തിൻ്റെ കാര്യത്തിൽ എല്ലാം പൂർത്തീകരിച്ച, എല്ലാ ശരീരഭാഗവും പൂർത്തീകരിച്ച ആരും ഉണ്ടാവില്ല. അതനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാനെന്നാണ് പറയുന്നത്, അല്ലേ? അംഗവൈകല്യം ഉള്ള ആൾക്കാരെ കളിയാക്കാൻ പാടില്ല. സാധാരണ ഒരു മനുഷ്യന്മാരെയും കളിയാക്കാൻ പാടില്ലെന്നാണ് പറയുക. അത് തെറ്റായ ഒരു പ്രവണതയാണ്. അത് ചിലരുടെ പാരമ്പര്യവും രക്തത്തിലും അലിഞ്ഞു ചേർന്നിരിക്കുന്ന വിഷയമുണ്ട്. കളിയാക്കുക എന്ന് പറയുന്നത്, ഒരാളെ കളിയാക്കുക എന്ന് മാത്രമെന്ന് പറഞ്ഞിട്ടുള്ളൊരവസ്ഥ. അവരുടെ കാര്യം അവർ നോക്കുന്നില്ല, അതല്ലേ അവരുടെ മക്കളുടെ കാര്യം അവർ നോക്കാതെ എത്രയോ ആൾക്കാരുണ്ട് മറ്റുള്ളവരുടെ കുറ്റം മാത്രം ജംഗ്ഷനിൽ വന്ന് പറഞ്ഞ് പരത്തിയെടുക്കുക. എന്നാൽ അവരുടെ സ്വന്തം മക്കളുടെ കാര്യമോ? അവർക്ക് മറ്റു കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ചാടി വീഴും. അയ്യോ അതങ്ങനെയാണ്, അത് ഇങ്ങനെ കിട്ടിയ പൈസയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണുള്ള, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ വൈകല്യങ്ങളില്ലാത്ത ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വൈകല്യം ഇല്ലാത്ത ഒരു മനുഷ്യരും കാണത്തില്ല. അങ്ങനെ അംഗവൈകല്യം, ആ സ്ത്രീ എന്നെ വിളിച്ചത് വളരെയധികം സങ്കടത്തോടാണ്. ആ സ്ത്രീയുടെ ഹസ്ബൻഡ് എന്നും കളിയാക്കുന്നു. കല്യാണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പം ഞാൻ ചോദിച്ചു, കല്യാണം കഴിച്ചതിന് ശേഷം മുമ്പേ ഇതില്ലായിരുന്നു, കോങ്കണ്ണുണ്ടെന്ന് പറഞ്ഞു. ഏതോ ഒരു കണ്ണ് ഇടത്തോട്ടോ വലത്തോട്ടോ എങ്ങാണ്ട് ഒരല്പം മാറിയിരിക്കുകയാണ്, അതുകൊണ്ട് ചിലപ്പോൾ സമയത്തെങ്ങാണ്ടേ ഉള്ളൂ. അപ്പം എന്നിട്ട് ആ സ്ത്രീ തന്നെ എന്നോട് പറഞ്ഞു, ഞാൻ കാണാൻ തെറ്റൊന്നും ഇല്ലാത്തൊരു സ്ത്രീയാണ്, പക്ഷേ എനിക്ക് കോങ്കണ്ണുണ്ട്. പക്ഷെങ്കിൽ അദ്ദേഹം കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ച് ലക്ഷണശാസ്ത്രങ്ങളൊക്കെ പഠിച്ചതാണേന്ന് പറഞ്ഞു. ശരിയായിരിക്കാം. അപ്പം കോങ്കണ്ണുള്ളവരെ കുറിച്ച് ലക്ഷണശാസ്ത്രത്തിൽ മറ്റു പല നിർവചനങ്ങളും പറയുന്നുണ്ട്. പെട്ടെന്ന് സംസാരിക്കുന്ന ആളാണ്, വിശ്വസിക്കാൻ കൊള്ളത്തില്ല, മറ്റു രീതിയാണ്. ആണുങ്ങളാണെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റത്തില്ല, നേരിൽ കാണാൻ പറ്റത്തില്ല, ശകുനം മുടക്കികളാണ്, ശകുനം കാണാൻ പറ്റത്തില്ല, പിന്നെ കൈനീട്ടം കൊടുക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ ചുമ്മാതാണ് കേട്ടോ. ചില നക്ഷത്രക്കാരിൽ വരുന്ന ഇത്രാം പാദത്തിൽ, ഞാൻ നേരത്തെ ഒരു സെഗ്മെന്റ് ദ്രേക്കാണോ എന്ന് പറഞ്ഞു, ഓരോ സ്വരൂപ ദ്രേക്കാണങ്ങൾ. ആ ദ്രേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാശിയിൽ ഇത്ര ഭാഗം ഇത്ര കല ചെല്ലുന്നതിൻ്റെ അനുസരിച്ചിട്ട് ഓരോരുത്തരുടെയും നമ്മുടെ സ്ഥിതികളെ, എത്ര നീളമുണ്ട്, അല്ലെ വണ്ണമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ പറയുന്നുണ്ട്, അല്ലേ? നിങ്ങളുടെ ജാതകങ്ങളൊക്കെ എടുത്തു നോക്കൂ. ആ ജാതകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, ചടച്ച ശരീരമായിരിക്കും, നീണ്ട മൂക്കായിരിക്കും, നീണ്ട കണ്ണുകളോടിക്കും, സുന്ദരിയായിരിക്കും, കാമിയായിരിക്കും, ഇതൊക്കെ സ്നേഹമുള്ളവളായിരിക്കും, 2 ഭാര്യ ഭർത്തൃ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഇത് എല്ലാവർക്കും ഫലമല്ല, ഇത് എല്ലാവരും അങ്ങ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ആകെ 27 നാളേ ഉള്ളൂ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ. ആദ്യം നമ്മളെ തന്നെ അറിയൂ. അത് നിങ്ങളാകണമെന്നില്ല, മനസ്സിലായില്ലേ? ഇപ്പം ഞാനിപ്പോൾ അംഗവൈകല്യ അല്ലെങ്കിൽ ഒരു കോങ്കണ്ണുണ്ട് ഇന്നതാണെന്ന് പറഞ്ഞാൽ നിങ്ങളാകണമെന്നില്ല. അത് ചില നക്ഷത്രക്കാരിൽ വരുന്ന സ്വഭാവ രൂപീകരണമാണ്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഏഷണി പറഞ്ഞു വരുത്തുന്ന എത്രയോ ആൾക്കാരുണ്ട്. അത് എല്ലാവർക്കും അറിയാം, അവർക്കും അറിയാം. അവരൊരു ദിനപത്രമാണ്. മനോരമ, മംഗളം, മാതൃഭൂമി, ഇന്ത്യൻ എക്സ്പ്രസിനേക്കാളിലൊക്കെ ഏറ്റവും കൂടുതൽ എഡിഷൻ കൂടുള്ള സംഭവമാണ്. പക്ഷെ നന്മയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയത്തുമില്ല, ഇല്ലേ? എന്ന് പറഞ്ഞ പോലെ കോങ്കണ്ണ് ഭാഗ്യമുള്ള ആൾക്കാരുണ്ട്, കോങ്കണ്ണുള്ളവർ ഉന്നതങ്ങളിലിരിക്കുന്ന ആൾക്കാരുണ്ട്, ഉന്നത സ്ഥിതിയിൽ വരുന്ന ആൾക്കാരുണ്ട്, ധനം ആർജിത എല്ലാം ഉണ്ടാകുന്നുണ്ട്. ഇയാളും പറഞ്ഞു ഞങ്ങൾക്ക് ധനമുള്ള ആളാണ്, പക്ഷെ അല്പം കോങ്കണ്ണായിപ്പോയി ഭർത്താവ് എപ്പോഴും കളിയാക്കുക. അതുകൊണ്ട് എനിക്ക്
വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാനായിട്ട് നാണക്കേടാണ്, ആരുടെയും മുഖത്ത് നോക്കാനായിട്ട് ഒരു നാണക്കേടം വിചാരിക്കേണ്ട, അന്തസ്സായിട്ട് ഇറങ്ങിക്കോളൂ, ആരും എന്നും പറഞ്ഞോട്ടെ. അവനവനെ നമ്മളറിയുക, ഈശ്വരനെ വിളിക്കുക, ഈശ്വരനെ അറിഞ്ഞ് ജീവിച്ചാൽ ഒരു കുഴപ്പമില്ല. അത് ഏതൊക്കെ നാളുകാരാണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അതൊരു മറ്റൊരു എപ്പിസോഡിൽ ഞാൻ ലക്ഷണശാസ്ത്രം എന്ന് പറയുന്ന ഒരു സംഭവം പറയുമ്പോൾ വ്യക്തമായിട്ട് ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ എപ്പിസോഡ് ഇങ്ങനൊരു സെഗ്മെൻറ്റ് വന്നുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞു തന്നെ. ഇങ്ങനൊരു എപ്പിസോഡ് ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു നല്ലൊരു എപ്പിസോഡുമായി നമ്മൾ തമ്മിൽ കാണുന്നത് വരെ നിസ്സീമമായ നന്ദി. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.